റിപ്പോർട്ടിലേക്ക് സ്വാഗതം. തീരദേശ ഹർത്താലിൽ താനൂരിൽ വ്യാപാരികളും വാഴക്കത്തെരുവിലെ കടകളും അടച്ച് ഹർത്താലിന് വ്യാപാരികളടക്കം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. STU, CITU, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എന്നീ ട്രേഡ് യൂണിയൻ നേതാക്കൾ പ്രതികരിക്കുന്നു. ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അത് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള സംസ്ഥാനമൊട്ടാകെയും സംസ്ഥാന സംയുക്ത ട്രേഡ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ തീരദേശ ഹർത്താൽ നടത്തുകയാണ്. ഇന്ന് താനൂരിൽ തീരദേശത്ത് കടലിൽ ഒരു വെള്ളവും ഇറങ്ങാതെ ഇന്ന് മുഴുവനും നിശ്ചലമാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഴുവൻ കടലോര പ്രദേശങ്ങളിലും കടലിൽ മത്സ്യബന്ധനത്തിന് ഇറങ്ങാതെ ഇന്ന് ഈ സമരവുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മത്സ്യത്തൊഴിലാളി പോലും ഈ മണൽ ഖനനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ സൂചകമായി ഇന്ന് കടലിൽ വെള്ളമിറക്കാതെ ജോലിക്ക് പോകാതെ അവരിന്ന് സമരവുമായി മുന്നോട്ട് പോവുകയാണ്. കേന്ദ്ര സർക്കാർ ഈ സമരം കണ്ടില്ലെന്ന് നടിച്ചാൽ ഈ സമരത്തിൻ്റെ കോലവും ഭാവവും എല്ലാം മാറും. കേരളമൊട്ടാകെയും ഇത് ഒരു തീജ്വാലയായി ആളിപ്പടരും. തീരദേശത്തെ മുഴുവൻ കടകമ്പോളങ്ങൾ അടച്ച് ഇന്ന് ഈ ഹർത്താലിന് ആനുകൂല്യം, അതായത് അവർ ഞങ്ങളോട് സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തീരദേശത്ത് മുഴുവനും ഇന്ന് നിശ്ചലമാണ്. ഒരു വെള്ളം പോലും കടലിലിറങ്ങിയിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഈ മത്സ്യത്തൊഴിലാളികളോടുള്ള ഈ കഠിനമായ എതിർപ്പ്, മണൽ ഖനനം നടത്തുന്നത് നിർത്തിവെക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുന്ന കടൽ ഖനനവുമായി ബന്ധപ്പെട്ട് തീരദേശ മേഖലയിൽ ഇന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഹർത്താൽ താനൂരിൽ വലിയ പ്രതികരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചത്. ഒറ്റക്കെട്ടായി ഹർത്താലിൽ അണിചേരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഹാർബറിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഹാർബർ നിശ്ചലമാണ്. ഒരാൾ പോലും മത്സ്യബന്ധനത്തിന് പോയിട്ടില്ല. കടകൾ അടച്ചിട്ടുണ്ട്. മത്സ്യ കച്ചവടക്കാർ കച്ചവടം നടത്തുന്നില്ല. അങ്ങനെ എല്ലാ മേഖലയിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മത്സ്യത്തൊഴിലാളികളോടുള്ള ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള താക്കീതാണ് ഈ ഹർത്താൽ. പിന്നെ ഹർത്താലുമായുള്ള പ്രതികരണം കേന്ദ്ര ഗവൺമെൻറ്റിനെ കണ്ണു തുറപ്പിക്കണം. നിലവിലുള്ള നയങ്ങൾ മാറ്റം വരുത്തണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത്. തൊഴിലാളി മേഖലയെ ഒന്നടങ്കം ബാധിക്കുന്ന ഒരു ഗുരുതരമായ പ്രത്യാഘാതം, വലിയൊരു ദുരന്തം അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ പാർലമെൻറ്റ് പിരിയാനുള്ള സമയത്തിന് മുമ്പ് മണിപ്പൂർ വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് പ്രതിപക്ഷ MP-മാരെല്ലാവരും കൂടെ ചേർന്ന് മണിപ്പൂർ വിഷയം പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന സമയത്താണ് അവർ സസ്പെൻഡ് ചെയ്യുകയും ആ സസ്പെൻഡ് ചെയ്തതിൻ്റെ മറവിൽ കുറേയേറെ നിയമങ്ങൾ അവർ ചുട്ടെടുക്കുകയുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരുന്നു അദാനിക്ക് വേണ്ടി അറബിക്കടൽ തീരെഴുതി കൊടുക്കുന്നതിന് വേണ്ടി ഈ നിയമവും പാസ്സാക്കിയെടുത്തത്. അതിൻ്റെ മറപിടിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് അത് ഇന്ന് ടെൻഡറിൻ്റെ ഒരു നടപടിക്രമത്തിലേക്ക് ഫെബ്രുവരി 27 മാറിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ ദുരന്തം ഒരിക്കലും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയുന്ന ഒരു ദുരന്തമല്ല. കാരണം ഇത് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് അവരുടെ നിത്യനിദാനമായ അവരുടെ മത്സ്യബന്ധന രീതികളെയും മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഉപജീവനവും തകർക്കുന്ന രീതിയിലേക്കാണ് ഈ ബില്ലും നിയമവും പാസ്സാക്കിയെടുത്തിട്ടുള്ളത്. മത്സ്യബന്ധന മേഖലയെ തകർക്കുന്ന കടൽ ഖനനം ഉപേക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായാണ് സംസ്ഥാനത്ത് ഇന്ന് തീരദേശ ഹർത്താൽ നടത്തുന്നത്. ന്യൂസ് 99 തിരൂർ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.